സുഭാഷിതം ഡിജിറ്റൽ ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ഈ ചാനൽ എല്ലാവരും കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങൾക്ക് ആവശ്യമായ സംഭാവന നൽകുക, പരസ്യങ്ങൾ നൽകുക, പ്രശ്നങ്ങൾ അറിയിക്കുക, വിഷയങ്ങൾ ഞങ്ങളോട് അറിയിക്കുക. ഞങ്ങളുടെ ഗ്രീൻ ഗ്ലോബൽ എന്നുള്ള ഞങ്ങളുടെ സിസ്റ്റർ ഓർഗനൈസേഷനുള്ള മറ്റൊരു ചാനലായിട്ടുള്ള ഗ്രീൻ ഗ്ലോബലിനെ ഗ്ലോബൽ മലയാളി ന്യൂസ് എന്ന പേരിൽ ഞങ്ങൾ മാറ്റിയിട്ടുണ്ട്. അതും നിങ്ങളെല്ലാവരും കാണുക. അപ്പോൾ ഞങ്ങളുമായിട്ട് സഹകരിക്കുക. 2 ചാനലിനെ ഒരേ സമയം നിങ്ങൾ വളർത്തിക്കൊണ്ട് വരണം എന്ന് പറഞ്ഞുകൊണ്ട് രാഷ്ട്രീയ വിശകലനത്തിലേക്ക് ഞങ്ങൾ കടക്കുകയാണ്. ഞങ്ങളെ പൊളിറ്റിക്കൽ ഡെസ്കിൻ്റെ ന്യൂസുകളാണ്. അമിത്ഷാ കേരളത്തിൽ വന്ന് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ തയ്യാറെടുപ്പുമായി ബന്ധപ്പെടുത്തി കൊച്ചിയിൽ വന്നിട്ട് പോയി. അക്കൂട്ടത്തിൽ അദ്ദേഹം ഈ പകൽഗാം ആക്രമണത്തിൽപ്പെട്ടവരുടെ വീട്ടുകാരെയും കണ്ടു. കൊച്ചിയിൽ വന്ന് വലിയ സന്നാഹം നടത്തിയിട്ടാണ് അമിത്ഷാ പോയിരിക്കുന്നത്. ഈ ഇടയ്ക്ക് തമിഴ്നാട്ടിലും പോയി അദ്ദേഹം വലിയ സന്നാഹമൊക്കെ നടത്തി. അപ്പോൾ ഇനിയും അമിത്ഷാ കേരളത്തിൽ വരുമെന്നാണ് അറിയുന്നത്. സെപ്റ്റംബറിൽ വീണ്ടും വരാൻ സാധ്യതയുണ്ടെന്ന് അറിയുന്നത്. അത് ചിലപ്പോൾ തിരുവനന്തപുരത്തായിരിക്കും. കഴിഞ്ഞ പ്രാവശ്യം തിരുവനന്തപുരത്താണ് വന്നത്. ഇപ്പോൾ കൊച്ചിയിൽ വന്ന് ഇനി തൃശ്ശൂർ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ തിരുവനന്തപുരം, കൊച്ചി, തൃശ്ശൂർ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള കേരളത്തിലും തമിഴ്നാട്ടിലും അമിത്ഷായുടെ ഈ വരവ് എത്രമാത്രം ഗുണം ചെയ്യും എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ചർച്ചകളാണ് നടക്കുന്നത്. എന്തായാലും കേരളത്തിൽ നഗര കേന്ദ്രീകൃതമായി, നമ്മൾ സൂചിപ്പിച്ച പോലെ നഗര കേന്ദ്രീകൃതമായി, പ്രത്യേകിച്ച് നഗരങ്ങളിൽ BJP എപ്പോഴും ബാംഗ്ലൂർ ആയാലും ഡൽഹി ആയാലും ബോംബെ ആയാലും ഇന്ത്യയിലെ നഗരങ്ങൾ പലപ്പോഴും BJPയിലേക്ക് മോഡിയിലേക്കും ഒക്കെ ഒരുപാട് മാറുന്ന കാഴ്ച നമ്മൾ കാണാറുണ്ട്. ഗ്രാമങ്ങളിൽ അത്ര എളുപ്പമല്ല. കാരണം CPMൻ്റെ ആയാലും കോൺഗ്രസിൻ്റെ ആയാലും വലിയ സംഘടനാ സംവിധാനമുണ്ട്. പിന്നെ അവർ വളരെ സാധുക്കളാണ്. ഏതെങ്കിലും ഒരു പാർട്ടിയിൽ വിശ്വസിച്ചാൽ അതിൽ തന്നെ കൽപ്പാന്തകാലവും മരണം വരെ വിശ്വസിക്കുക. അവരങ്ങനെ മാറുന്ന സ്വഭാവമില്ല. അങ്ങനത്തെ രാഷ്ട്രീയക്കാരല്ല. അത് മറ്റൊരു തരത്തിൽ. അതേസമയം നഗരവാസികളാണ് കുറച്ചുകൂടി കാപട്യമുള്ളവരും, രാഷ്ട്രീയത്തിലൊക്കെ മാറി ചിന്തിക്കുന്നവരും. നല്ലത് കണ്ടാലും മാറും, കാപട്യത്തിൻ്റെ ഭാഗമായി മാറും. പല രൂപത്തിൽ നഗരവാസികൾ വ്യത്യസ്തമാണ്. എന്തായാലും തിരുവനന്തപുരം, എറണാകുളം, തൃശ്ശൂർ നഗരങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് BJPയുടെ ശക്തമായ പോരാട്ടം നടക്കുന്നു. അതുപോലെ പാലക്കാട് നഗരം, ഓരോ നഗരങ്ങളെ പിന്നെ ഗ്രാമങ്ങളിലുമുണ്ട്. എന്തായാലും ഇതിന് ഉപോത്ബലകമായി അമിത്ഷായുടെ വരവും പിന്നെ BJPയുടെ തയ്യാറെടുപ്പും എത്ര കണ്ട് മുന്നോട്ട് പോകുമെന്ന് നമുക്കറിയില്ല. എന്തായാലും വലിയ സന്നാഹത്തിലാണ് രാജീവ് ചന്ദ്രശേഖർ വന്നതിന് ശേഷം മിഷൻ 25-26 കൊണ്ടുപോകുന്നത്. അമിത്ഷായുടെ വരവ് കേരളത്തിലും തമിഴ്നാട്ടിലും എന്ത് രാഷ്ട്രീയ ചലനമാണ് ഉണ്ടാക്കാനിരിക്കുന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം. ഇതിനിടയിൽ ക്രിസ്ത്യാനികളുടെ ഒരു പ്രശ്നം വന്നു. അത് പക്ഷേ വലിയ പരിക്കില്ലാതെ BJP അത് കൈകാര്യം ചെയ്തു. എങ്കിലും ഇത്തരം വിഷയങ്ങൾ ഇനിയും ഉയർന്നു വരാം. ഏത് നിമിഷവും ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ വടക്കേ ഇന്ത്യയിൽ നിന്ന് എവിടെ നിന്നാണ് വരാം. അപ്പോൾ വീണ്ടും സമവാക്യങ്ങൾ മാറാം. ജാതി സമവാക്യവും മതസമവാക്യവും പരസ്പരം സഹായിക്കലും കൊടുക്കലും വാങ്ങലും ഒക്കെ മാറാൻ സാധ്യതയുണ്ട്. എന്തായാലും അമിത്ഷായുടെ വരവ് കേരളത്തിന് ഗുണം ചെയ്യുമോ, തമിഴ്നാടിനും അതിൻ്റേതായ മെച്ചമുണ്ടാകുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണാം.